ശ്രീ കെ അനിൽകുമാർ, ഇത്തരം വാദങ്ങൾ, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ കണ്ണടച്ച് ഏത് വിഷയങ്ങളെയും എതിർക്കുക എന്ന തന്ത്രമാണ് എടുത്തത്. നിങ്ങൾ അതിൻ്റെ നുണകളൊക്കെ എണ്ണി സമൂഹത്തോടൊക്കെ പറഞ്ഞതാണ് പണ്ട്. അതേ മാതൃകയിൽ സർക്കാരിൻ്റെ ഭാഗവാക്കായും തുടരാം എന്ന രീതിയാണ് ഇവിടെ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും കേരളത്തിൻ്റെ ഭരണപ്രക്രിയകളിൽ പ്രത്യാഘാതം ഉണ്ടാക്കുക? കാരണം ഈ മണ്ണിടിഞ്ഞ് വന്ന വിഷയത്തിലടക്കം കമ്പനി ആണത്രേ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. ഇങ്ങനെ വിചിത്രവാദങ്ങളാണ് കോടതിയിലടക്കം നൽകുന്നത്. ശ്രീ കെ അനിൽകുമാർ, വിഴിഞ്ഞം കരാറുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. അതിനൊരു വെള്ളി രൂപ പോലും ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയില്ല. 10 കൊല്ലക്കാലവും ഇത് നല്ല നിലയ്ക്ക് നടത്താൻ പരിശ്രമിച്ചത് പിണറായി വിജയനാണ്. ഒന്നാം ഘട്ടം, ഈ കപ്പലിൻ്റെ ആദ്യഘട്ടം, കപ്പൽശാലയുടെ ആദ്യഘട്ടം, തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായാൽ മാത്രമേ ഓഹരി വിൽപ്പന എന്ന കാര്യം അദാനിക്ക് അവകാശമുള്ളൂ. അത് 25% താഴെ. ആ ഒരു വർഷം പൂർത്തിയായപ്പോൾ LDF സർക്കാർ അധികാരത്തിലില്ല. UDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴാണ് കപ്പൽ ആദ്യം അവിടെ വന്ന് 1 കൊല്ലം പൂർത്തിയായത്. അതാ കരാറിലെ ഒരു വ്യവസ്ഥയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 25% കൂടുതൽ ഓഹരി കൈമാറ്റം പാടില്ല. അങ്ങനെ കൈമാറിയാൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കരാർ. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥ ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദാനിയെ അറിയിക്കുമോ? അത് സതീശൻ പ്രഖ്യാപിക്കുമോ? അത് AICC പ്രഖ്യാപിക്കുമോ എന്നതാണ് ചോദ്യം. അതല്ലാതെ മറ്റെന്ത് വിവാദത്തിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങളെ കേരളത്തോട് സത്യസന്ധത കാണിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളിവിടെ ചെയ്യുന്ന കളങ്കം എന്താണ്? കോവിഡ് വന്നു, പ്രളയം വന്നു. കോവിഡ് കാലത്ത് ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗണാണ്. കോവിഡ് കാലത്ത് കോടതി കേസ് കൊടുക്കണ തന്നെ ആ കോവിഡ് കാലം കഴിഞ്ഞ് കേസ് കൊടുത്താൽ മതി. നിയമമല്ലേ? അത്രയും മാസക്കാലം, 21 മാസക്കാലം അദാനിക്ക് ഇളവ് കിട്ടാൻ പറ്റുമോ? ഞങ്ങളാണ് ഇളവ് കൊടുത്തത്. നിങ്ങൾ 5 കൊല്ലക്കാലം പറയുമ്പോൾ 2 കൊല്ലം കോവിഡിൻ്റെ ഇളവ് ഞങ്ങളാ. പിന്നെ നിങ്ങളുടെ വിമോചന സമരം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണെങ്കിലും അത് കടൽ ശോഷണമാണ്, നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് KPC പ്രസിഡന്റും ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതല്ലേ? നിങ്ങളെ മറികടന്നില്ലേ? നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിച്ചില്ലേ? നിങ്ങളെ മറികടന്ന് അത് നടപ്പാക്കാൻ വരുമ്പോൾ അവിടെ പണി നിർത്തി വയ്ക്കപ്പെട്ടു. അദാനി എപ്പോൾ ആർബിട്രേഷൻ പോകുമ്പോൾ ഇതെല്ലാം അദാനിയുടെ മുമ്പിൽ കണക്കാണ്. KPC നടത്തിയ സമരം 1 കൊല്ലം, കോവിഡ് കൊണ്ട് ഇത്ര, 2 പ്രളയം കൊണ്ട് ഇത്ര, കല്ല് കിട്ടാത്തത് കൊണ്ട് ഇത്ര. അത് വരുമ്പോൾ 5 കൊല്ലം നീണ്ടുപോയെന്നേ. 5 കൊല്ലം നീണ്ടുപോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? കരാർ പൊളിച്ചെഴുതി. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 2028 2ഉം 3ഉം ഘട്ടം പൂർത്തിയാക്കണം. 2028 അതിന് പണം മുടക്കണം. ആ പണം മുടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ MSCയെ കൊണ്ടുവന്നിരിക്കുന്നത്. അദാനിയുടെ ഒന്നുമില്ല. അദാനി MSCയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദാനി MSCയെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ വില എത്ര? 25,000 കോടിയായി. അദാനി എത്ര മുടക്കി? 2,500 കോടി മുടക്കിയ അദാനിക്ക് 25,000 കോടി രൂപയ്ക്ക് ആ തുറമുഖത്തിൻ്റെ ഓഹരി വില കണക്കാക്കിയിട്ട് 49% ഓഹരി 12,300 കോടിക്ക് വിൽക്കുകയാണ്. ഈ കൂട്ടുകച്ചവടത്തിന് കേരള സർക്കാർ കൂട്ടു നിൽക്കുമോ? ഇവിടെ വലിയ ചർച്ച. സർക്കാർ അറിഞ്ഞോ ഇല്ലയോ? നിങ്ങൾ ദയവായി മനസ്സിലാക്കൂ. 29-ാം തീയതി വന്ന ഈ പറയുന്ന പ്രസ് റിലീസിനകത്ത് കേരള സർക്കാരിനെ അറിയിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി ജൂൺ മാസം 1-ാം തീയതി വന്ന പത്രവാർത്ത, ജൂൺ മാസം 3 മാതൃഭൂമി എന്ന പത്രവാർത്ത, ജൂൺ മാസം 5-ന് ദേശാഭം എന്ന പത്രവാർത്ത, കേരള സർക്കാരിനെ പങ്കെടുപ്പിച്ച് ഈ ചർച്ച നടത്തി നിങ്ങൾ അറിഞ്ഞോ? കേരള സർക്കാർ ഈ ചർച്ചയെ പങ്കെടുത്തുന്ന ഏതെങ്കിലും രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞങ്ങളുടെ രേഖയും കൊണ്ട് പോകുന്നിട്ടില്ല, അവിടെ ഉണ്ടല്ലോ. ആ രേഖ പരിശോധിച്ചിട്ട് രത്തൻ കേൽക്കർ എഴുതി കൊടുത്ത എന്താണ്? കേരള സർക്കാരിനെ, തുറമുഖ വകുപ്പിനെ ഒരു കാര്യവും അറിയിക്കാതെ MSC കമ്പനി അദാനിയുടെ കൂട്ടുകച്ചവടം നടത്തി. എന്നിട്ട് നിങ്ങൾ നേരെ പോയി സെബി അറിയിച്ചു. സെബി അറിയിച്ച കുഴപ്പമെന്താണെന്നറിയോ? കേരളം തർക്കിച്ചില്ലെങ്കിൽ സെബി അത് പ്രകാരം ആക്ട് ചെയ്യും. ആക്ട് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് മറുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി കത്തയച്ചു സെബിയോട്, ഇങ്ങനൊരു തർക്കം ഇവിടെയുണ്ട്, നിങ്ങൾ കേരളത്തിൻ്റെ താല്പര്യം ഹരിച്ചിട്ട് നിങ്ങൾ അവത്തിൽ ആക്ട് ചെയ്യരുത്. ഇങ്ങനൊരു കത്ത് കേരളം കൊടുക്കുമോ? സെബിക്ക് കൊടുക്കുമോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, 1, ഉമ്മൻചാണ്ടി കരാറിൽ മാറ്റം വരുത്തുമോ? ഉത്തരവില്ല. 2, VD സതീശൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചെയ്ത പോലൊരു കത്ത് സെബിക്ക് കൊടുക്കുമോ? അതാണ്
മറുപടിയില്ല. ഷാർപ്പായ ചോദ്യം. നിങ്ങൾ ദേശാഭിമാനിയും ജയരാജൻ സഖാവിനെയും മറ്റ് നേതാക്കന്മാരെയും പേര് പറഞ്ഞ് എത്ര കാലം രക്ഷപ്പെടാൻ നിൽക്കും? തീർച്ചയായും ഡയറക്റ്റാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കരാർ പൊളിച്ചെഴുതി, പദ്ധതി വേഗത്തിലാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രത്തോളം എതിരായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി ആ കരാറിനെ ഞങ്ങൾ പൊളിച്ചെഴുതിയത് കൊണ്ടാണ് 2-3 ഘട്ടം ഉടൻ തീർക്കാൻ അദാനി നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് പണം തപ്പിയത്. പണം തപ്പിയപ്പോഴാണ് MSCയുടെ പുറകെ പോയത്. 25% 7500 കോടി രൂപയ്ക്ക് അത് വിൽക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട, കരാറിൽ തന്നെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ബാക്കി 24% കൂടെ വിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കേരളം അനുവദിക്കണം. 6800 കോടി രൂപ അദാനിക്ക് ഇപ്പോൾ ലാഭം കിട്ടും. ഇതിലെത്ര കിട്ടി എന്നുള്ളതാണ് സതീശൻ പറയേണ്ടത്. ഇല്ല, സതീശൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ സമ്മതിക്കില്ല. അവർ നിയമപ്രകാരം എത്ര വേണോ കരാറുള്ളത് അത് പ്രകാരം അവർ കൈകാര്യം ചെയ്തോട്ടെ. ഇനി കേരളത്തിൽ നിന്ന് പുതിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് ഞങ്ങൾ പറയുമായിരുന്നു. DBISR അവിടെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്കുള്ള സുതാര്യത എന്താണ്? പിണറായി വിജയന് അദാനിയുമായുള്ള ബന്ധത്തിൽ ഒളിക്കാനൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ അഭിമാനം. പിണറായി വിജയന് അദാനിയുമായുള്ള ബന്ധത്തിൽ ഒളിക്കാനുണ്ടെങ്കിൽ DBISR അവിടെ ഇരിക്കത്തില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആരാന്നറിയോ? നിങ്ങളിത് രത്തൻ കേൽക്കർ മാത്രമല്ല, ജെറോമി വി ജോർജ് ആരാണ്? ജെറോമി വി ജോർജ് ആരാണ്? തുറമുഖത്തിൽ ആരാ അദ്ദേഹം? രത്തൻ കേൽക്കറുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഫീസിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു കേട്ടോ. അപ്പോൾ BJPയുടെ ഇലക്ഷൻ കമ്മിറ്റി ആഫീസിൽ നിന്ന് മൊത്തം ആളുകളെ, ഈ സീലും കൊണ്ട് നടന്ന ആളെ നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് തുറമുഖം. കേൽക്കർ മാത്രമല്ല, ഇതൊക്കെ ഓരോ ദിവസം പുറത്തു വരാൻ പോവാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. അടങ്കലാണ്. ഞങ്ങളുടെ ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവരൊന്നും ഇല്ലാതല്ലേ. അദാനി പിണറായി വിജയൻ സർക്കാരിനെ സമീപിച്ചു, നിലം തൊടിക്കാതെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ UDF സർക്കാർ വന്നപ്പോൾ കൃത്യമായി ഞാൻ അത്ര പറയണില്ല. ഞാൻ പറയുന്ന കാര്യം എന്താണ്? DBISR എന്ന് പറയുന്നത് LDFന്റെ സുതാര്യതയുടെ പ്രതീകമാണ്. സതീശന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ വീട്ടിൽ കല്യാണം കഴിച്ച് ശബരിനാഥന്റെ ഭാര്യയായതുകൊണ്ട് അവർ ശബരിനാഥന്റെ ഭാര്യ എന്ന വ്യക്തിത്വമല്ല. ഞങ്ങൾ നിർഭയമാണ്. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ആരാ കേട്ടില്ല? ചോദ്യം കേട്ടില്ല. 2019 ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കേസെടുക്കാമായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് 980 കോടി രൂപ എഴുതി കൊടുത്തപ്പോൾ ആ പൈസ അടപ്പിക്കാൻ പറ്റുന്നല്ലോ. നിങ്ങൾക്ക് 950 കോടി മതിയോ അതോ തുറമുഖം വേണോ? ഈ കരാർ റദ്ദായ തുറമുഖം കാണുമോ? ഈ തുറമുഖം ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കുളച്ചിൽ തുറമുഖം ഇല്ലേ? തമിഴ്നാട്ടുകാർക്ക് കുളച്ചിലുമായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് കരുതിട്ട് കാര്യമുണ്ടോ? ഒരു വഴി വിട്ടൂല. അതാണ് പറഞ്ഞത്. കരാറിന് വ്യത്യസ്തമായി. ദയവായി കേൾക്കൂ സാർ, നിങ്ങൾ ദയവായി, നമ്മൾ പൊതു താല്പര്യമല്ലേ, കരാറിനകത്തെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഇനി 950 കോടി പിഴാന്ന് പറയണില്ല, ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. നിങ്ങൾ കേൾക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. ഈ ആർബിട്രേഷൻ ക്ലോസിൻ്റെ പ്രത്യേകത എന്താ? അദാനി കമ്പനിയായിട്ട് കേരള സർക്കാർ ആർബിട്രേഷൻ നടത്തിയാൽ അദാനി ജയിക്കുമോ കേരളം ജയിക്കുമോ? അമേരിക്കയിലെ അദാനിക്കെതിരെ കേസ് കൊടുത്തിട്ടേ അവിടുത്തെ ഫെഡറൽ കോർട്ടിൽ അമേരിക്കയുടെ സർക്കാർ എഴുതി കൊടുത്തു, അദാനിക്കെതിരായിട്ട് ഞങ്ങളിങ്ങനെ കേസ് കൊടുത്തതിന് മാപ്പ് പറയുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള അദാനിയുമായി ബന്ധപ്പെട്ട കേസ് വന്നത് നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചു. ഞങ്ങൾക്കല്ല പേടി അവിടെ അമേരിക്കയ്ക്കാണ്. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ കരാർ നടപ്പാക്കാൻ. അപ്പോൾ കോവിഡ് വന്നു, ശരിയാണ്, ആർബിട്രേഷനിലേക്ക് പോയി. ആർബിട്രേഷൻ എത്ര കൊല്ലം കിടക്കും? നിങ്ങൾ പറയും മിസ്റ്റർ, പറയട്ടെ. നിങ്ങൾ ഉമ്മോദന സമരമായിട്ട് നിൽക്കുന്നു, പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കാൻ നിൽക്കുന്നു. ഞങ്ങളോ പദ്ധതി മുന്നോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? തകർക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ ആർബിട്രേഷൻ വെക്കൂ. അതെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കരാർ പ്രകാരം ഒരു പൊതു താല്പര്യം മുൻനിർത്തി അവർക്ക് വേണ്ട നിർമ്മാണ സൗകര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു കൊടുത്തു. അത് ശരിയാണ്. പക്ഷേ അദാനി എന്ന കമ്പനിക്ക് പൊതു താല്പര്യം മറികടന്ന് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടലുകൾക്ക് അവസരം തുടർന്നുകൊണ്ടിരിക്കുന്നത് VD സതീശനാണ്, UDF സർക്കാരാണ്. ഇതാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തി വസ്തുക്കളാൽ പറഞ്ഞത്. ശ്രീ റെജിൻ ഉണ്ണിത്താൻ.